ഈ നോട്ട് നിരോധനത്തിന് ശേഷം ഈ ശൃംഖല പൂർണ്ണമായും തന്നെ തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഈ ഖനാനി സഹോദരന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യവും ദുരന്തറിൽ കൃത്യമായി പറയുന്നുണ്ട്. സത്യസന്ധമായി പറയാം, ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ ആ ഒരു പരിസമാപ്തി കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയി, ഏത് തരത്തിലാണ് അവർ അവസാനിച്ചത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കാണുമ്പോൾ, ഇതിൽ ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു ആക്ഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറച്ച് കലാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നിർമ്മാതാക്കളും സംവിധായകനുമൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ആത്യന്തികമായ പരിണാമം, അതിലൊരു പരിസമാപ്തി കൃത്യമായിട്ട് ഇവർക്ക് സംഭവിച്ച കാര്യങ്ങളിലേക്ക് തന്നെയാണ് സിനിമ നമ്മളെ കാഴ്ചയിലൂടെ എത്തിക്കുന്നത്. അത് കാണുമ്പോൾ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ഈ ഒരു വിവരം ദുരന്തർ കണ്ടതിൻ്റെ ചൂടോടുകൂടി 2 ദിവസമായി കണ്ടിട്ട് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഒരു നിരൂപണം വലിയ സ്പോയിലറൊന്നുമില്ലാതെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും അവതരിപ്പിക്കാൻ ശ്രമിക്കാം. എന്നാലും ഈ ഒരു വിവരം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. അത് കാണുമ്പോൾ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ ഒരു പ്രേക്ഷകനുണ്ടാകുന്നൊരു സന്തോഷം നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ദുരന്തർ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ദുരന്തറിൻ്റെ 2ാം ഭാഗമായ ദുരന്തർ 2 റിവെഞ്ച് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും കാണുക. ഒപ്പം ഇത്തരത്തിലുള്ള സന്തോഷം അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ നിയോ ലിബറലുകൾ ദുരന്തർ കണ്ടിട്ട് അസ്വസ്ഥരായി, നമ്മുടെ ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുരുപൊട്ടി മരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും ആസ്വദിക്കുക. ദുരന്തർ കൊണ്ട് അതുകൊണ്ട് 2 ഗുണം. നെയ്യപ്പം തിന്നാൽ 2 ഗുണമെന്ന് പറയുന്ന പോലെ ദുരന്തർ കണ്ടാൽ 2 ഗുണം. ഒന്ന്, ഇത്തരത്തിലൊരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അഭിമാനം കൊള്ളാം. 2 3 ഗുണം. ഒരു നല്ല സിനിമ കണ്ടു എന്നുള്ള പ്രേക്ഷകന്റെ സന്തോഷം. 3ാമത്തെ ഗുണം, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള നിയോ ലിബറലുകളും ഇസ്ലാമിസ്റ്റുകളും അസ്വസ്ഥരായി ഉരുണ്ട് പിരണ്ട് ആകെ എരിപിരി സഞ്ചാരം കൊള്ളുന്നത് കണ്ടും നിങ്ങൾക്ക് ആഹ്ലാദിക്കാം.